ഹലോ ഹലോ, ഗുഡ് മോർണിംഗ് എക്സൈസ് ഓഫീസ്. സാറേ, ഞാൻ സതീഷാണ് സാറേ. സതീഷ പറയ്. സാറേ, എനിക്ക് 2 ദിവസത്തേക്ക് ലീവ് വേണം കേട്ടോ. എന്ത് പറ്റിയടോ? ഒന്നും പറഞ്ഞതിന്റെ കാര്യമില്ല സാറേ. 3-4 ദിവസമായി വയറ്റിൽ നിന്ന് പോയിട്ട് അത്യാവശ്യം ഒരു ഡോക്ടറെ കാണണമെന്ന് ആശുപത്രിയിൽ പോകണം. പിന്നെ നമ്മുടെ കോട്ടേഴ്സ് മലമുകളിലായതുകൊണ്ട് ഒരൊറ്റ ഡോക്ടർമാർ ഇങ്ങോട്ട് വരുന്നില്ല. അങ്ങനെയാണെങ്കിൽ താൻ വിഷമിക്കണ്ട. അവിടെ തന്നെ ഉള്ള ഒരു മിടുക്കനായ വൈദ്യനുണ്ട്. എല്ലാ പുതിയ രീതി അറിയാവുന്ന ആളാണ്. ഞാൻ തന്റെ അടുത്തോട്ട് പറഞ്ഞു വിടാം. എനിക്ക് വളരെ ഉപകാരം സാറേ, പെട്ടെന്ന് പറഞ്ഞു തന്നെ. ഇപ്പൊ തന്നെ പറഞ്ഞു. ഒന്നും കൂടി പോയിരുന്നു നോക്കാം. ഹലോ അളിയ, ഞാനിവിടെ എത്തിയിട്ടുണ്ടേ. പിന്നെ നിന്റെ ഈ കൂട്ടുകാരൻ്റെ ക്വാർട്ടേഴ്സിന് നമ്പർ എത്ര? 300. പിന്നെ ഞാൻ അവിടെ ചെല്ലുന്നു, വാറ്റുന്നു, അവന് കൊടുക്കാവളം കൊടുത്ത് എൻ്റെ പങ്കുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഇങ്ങ് പോരും. ആ വീടും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടുപിടിച്ചോളാം. നീ ഫോൺ വെച്ചേരേ. ശരി, ഓക്കെ. 90 എന്നല്ലേ പറഞ്ഞത്? 90. 90. ഹലോ. മനസ്സിലായി. വിളിച്ചിരുന്നാ? എവന്റെ ഒരു കാര്യം ഇത്ര ഫാസ്റ്റ് ആയിട്ട് വിളിച്ചു പറഞ്ഞ. പിന്നെ ഇക്കാര്യം നമ്മള് രണ്ടുപേരും വേറെ ആരും അറിയില്ല കേട്ടാ. അതാണ് എനിക്കും പറയാനുള്ളത്. ഇത് ഒരു മനുഷ്യ കുഞ്ഞുങ്ങളത് അറിയരുത്. പ്രത്യേകിച്ച് എക്സൈസിൽ ആരും ഒരു കണ്ണസിലും അറിയാം കേട്ടോ. അങ്ങനെ ഒരു കാര്യം തന്നെ ഇതിന്റെ കിടത്താപ്പ കണ്ടു വെച്ചിട്ടുണ്ടെങ്കിൽ വന്നണം. എങ്ങനെയാണ് കാര്യങ്ങൾ പറ കേക്കട്ടെ. അതൊന്നുമില്ല. ആദ്യം ആപ്പിള്, മുന്തിരി, ഓറഞ്ച് അതെല്ലാം കൂടെ കട്ട് ചെയ്താൽ കിടണം. അതെല്ലാം കിടക്കുകയല്ലേ? അത് പോരാ, മൊത്തത്തിൽ ഒന്ന് കലങ്ങി വരണം. എങ്കിലേ സംഭവം സ്മൂത്തായിട്ടിങ്ങ് പോരൂ. പിന്നെ വീര്യം കൂടിയ സാധനം കൊണ്ട് ചെറിയൊരു ഇതുണ്ടാവും. അത് ആ ഒരു അലിപ്പ് മാറ്റാനായിട്ട് ഇതാണ്ടേ ഈ റബ്ബർ ബുഷ് കണ്ട, ഈ ബുഷ് ടൈറ്റ് ചെയ്തങ്ങ് അടച്ചു കൊടുത്താൽ ഒരു അലിപ്പ് പോലും പിന്നെ ഉണ്ടാവത്തില്ല. പിന്നെ അടിയിൽ നിന്നുള്ള തീ നല്ല തീ ഇട്ട് കൊടുക്കണം. പൊള്ളൂലേ? പൊള്ളണം. പൊള്ളി തിളച്ച് മറിയണം. തിളച്ച് മറിഞ്ഞ് മോളിൽ കൂടെ ഇനി വരുന്നുണ്ട്. അപ്പൊ താഴെ കൂടെ വരൂലേടേ? നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? താഴെ കൂടെ വന്നാ തീ അണയൂലേ? അത് ശരിയാ. അതിനാണ് ഈ ഓസ്. ഈ ഓസിന്റെ അറ്റം നിങ്ങൾ കണ്ട, ഇത് നമ്മൾ ടൈറ്റ് ചെയ്തങ്ങ് വെച്ചു കൊടുക്കുമ്പം ഇത് ആവിയായി മോളിൽ കൂടെ ഇങ്ങ് വരും. ആവിയായി മോളിൽ കൂടെ പോരും. ടെക്നോളജിയുടെ ഒക്കെ ഒരു പോക്കെ സമ്മതിക്കണം. പിന്നെ ഒരു ശബ്ദം പോലും കേൾപ്പിക്കാതെ ഇത് ചെയ്യാൻ. അത് മാത്രം പറ്റൂല. ഇപ്പോഴത്തെ സമയത്ത് ചെറിയൊരു ശബ്ദം കേട്ടാൽ അത് കുഴപ്പമില്ല. പുക വരുമ്പോ ഒന്ന് ശ്രദ്ധിച്ചാ മതി. പിന്നെ എനിക്ക് മണം കിട്ടിയാൽ തന്നെ അറിയാൻ പറ്റും. പിന്നെ നിങ്ങൾ ഇത് എവിടെയാണ് ഉദ്ദേശിക്കുന്നത്? വെളിയിലുമുണ്ട്, അകത്തുണ്ട്. വെളിയിൽ പോണ്ട, വേണ്ടേ? അകത്ത് മതി. പിന്നെ ഈ പൊക്കപ്പുറത്തിരുന്നുള്ള സംഭവം ശരിയാവില്ല. കാരണം ഇതെല്ലാം കൂടെ മൊത്തത്തിൽ ഇനി ചരിയാനുള്ള സാധ്യതയുണ്ട്. തറയിരുന്ന് ചെയ്യുന്നതാണ് നല്ലത്. ഞാൻ പറയുന്നതേ, നമുക്ക് അടുക്കളയിൽ ഇരുന്ന് ഇട്ടാലാ? പെണ്ണുങ്ങളെ കൊച്ചുങ്ങൾ നീ എന്ത് പറയണത്? നിങ്ങൾ എത്തേണ്ട. പെണ്ണുങ്ങളെ കൊച്ചുങ്ങളൊക്കെ പറഞ്ഞവരെ വീട്ടിൽ വിടും. പെണ്ണുങ്ങളെ കൊച്ചുങ്ങളെ കൊണ്ട് ഒരു കാര്യം നടക്കും. ഒരു കാര്യം ചെയ്യുമ്പോൾ പെണ്ണുങ്ങളെ കൊച്ചുങ്ങളെ കുറിച്ചൊന്ന് ഒന്ന് ചെക്ക് ചെയ്തെങ്കിൽ കൊള്ളായിരുന്നു. ചെക്ക് ചെയ്യാൻ തോന്നുന്നു. വെള്ളം മുക്കിട്ട് കത്തിച്ച് നോക്കിയാ പോയി. ഗുളികയുടെ പരിപാടി ഗുളിക പൊളിച്ചിട്ട് കൊടുത്താൽ മതി. പിന്നെ അട്ട, കേള്, പഴുതാര ഇട്ട് കൊടുത്താൽ അത് കഴിച്ച അപ്പത്തന്നെ ചത്തു കൊണ്ടാ. പിന്നെ എനിക്കൊരു കണ്ടീഷൻ ഉണ്ട്. ആദ്യം വരുന്നതല്ല, ഫസ്റ്റ് ക്വാളിറ്റി സാധനമാണ്. അത് ഞാൻ തന്നെ കൊണ്ടുപോകും. ചാരായം എന്ന് പറഞ്ഞത് വൃത്തിയാടാ. പിന്നെ നീ എന്റെ വയറുവേദന മാറ്റാൻ വൈദ്യരല്ലേടേ? വയറുവേദന വൈദ്യനാ? മാറിയാ ഇവിടെ വാടാ, ഇവിടെ വാടാ. നീ ആരടാ? അണ്ണാ, ഞാൻ വാറ്റ് സുരാ. അതാണ് എന്റെ ടൂൾസ് മറ്റും ഇരിക്കുന്നുണ്ട്. അപ്പൊ നീയാണ് ഈ പിടികിട്ടാ പുള്ളി വാറ്റ് സുര. നിന്നെ നിനക്ക് ഞാൻ ആരാണെന്ന് അറിയാം. ഇവിടെ വാടാ, ഇവിടെ. നിങ്ങൾ ആര്? ഞാനാണ് ഇവിടുത്തെ എക്സൈസ് ഓഫീസർ. നിനക്കത് വല്ല എന്റെ വാറ്റേ, എന്റെ വയറ്